മക്കളെ നമ്മൾ സ്പെറിക്കൽ മിറർ ഗോളീയ ദർപ്പണം എന്നുള്ള ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഏരിയയാണ് നമ്മളെ മാഗ്നിഫിക്കേഷൻ ആവർത്തനം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആവർത്തനം കണ്ടെത്താം. ഇവിടെ വസ്തു സിയിലാണ്, അപ്പൊ ഇമേജും നമുക്ക് എവിടെയാണ്, സിയിൽ തന്നെയാണ്. വസ്തുവിന്റെ അതേ വലുപ്പം തന്നെയാണ് ഇമേജിന്റെ വലുപ്പവും. അപ്പൊ സൈസ് ഓഫ് ഇമേജും സൈസ് ഓഫ് ഒബ്ജക്റ്റും സെയിം ആയതുകൊണ്ട് അതിന്റെ ആവർത്തനം മാഗ്നിഫിക്കേഷൻ 1 ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ കാണാൻ ഇക്വേഷൻ എന്താണ്, HI/HO, പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പൊ സെയിം രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ 1. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തല തിരിഞ്ഞ ഇമേജ് ആയതുകൊണ്ട്, ഇൻവേർട്ട് ഇമേജ് ആയതുകൊണ്ട്, റിയൽ ഇമേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് കൂടി ചേർക്കാം. അപ്പൊ അതുകൂടി ഓർത്തേക്ക്. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ വസ്തു എന്ന് പറഞ്ഞാൽ സിക്ക് അപ്പുറത്താണ്. അപ്പൊ ഇമേജ് കിട്ടുന്നത് സിക്കും എഫിനും ഇടയിൽ ചെറിയ കുഞ്ഞു ഇമേജ് ആണ്. അപ്പൊ ചെറിയ ഇമേജ് ആയതുകൊണ്ട് അതിന്റെ മാഗ്നിഫിക്കേഷൻ, അതിന്റെ ആവർത്തനം എന്ന് പറഞ്ഞാൽ <1 ആയിരിക്കും. കാരണം എന്താണ്, HI/HO. HI എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അപ്പോഴും ചെറുതാണ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് വലുതാണ്. അപ്പൊ താഴത്തെ സംഖ്യ വലുതായി കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്ത് ചെയ്യും, ഒന്നിനേക്കാൾ ചെറിയ സംഖ്യ ആയിരിക്കും. അപ്പൊ ഇമേജ് ചെറുതാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും, <1 എന്ന് ഓർത്തേക്കുക. ഇമേജ് അതേ വലുപ്പം തന്നെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ 1 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിന് പ്രത്യേകം എന്തായിരിക്കും, ഇവിടെ നോക്കുക, ഒബ്ജക്റ്റ് ഇവിടെയാണ്, ഇമേജ് വലിയ ഇമേജ് ആണ്. അപ്പൊ HI വളരെ വലുതാണ്, അതുകൊണ്ട് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും, <1 ആയിരിക്കും. ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ വലിയ ഇമേജ് ആണെങ്കിൽ അതിന്റെ മാഗ്നിഫിക്കേഷൻ ആവർത്തനം ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ചെറിയ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ <1, ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ രണ്ടും ഒരേ വലുപ്പമാണെങ്കിൽ ആവർത്തനം എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ചിത്രങ്ങളിലൂടെ നമ്മൾ മാഗ്നിഫിക്കേഷൻ പഠിച്ചു. സെറ്റാണല്ലോ.